അൻവർ സാദത്ത് MLA യുടെ പോലീസ് നാളെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബാക്കി അതിൻ്റെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ ചെയ്താണ് വീട്ടുകാർക്ക് ബോഡി വിട്ടുകൊടുക്കാമെന്നാണ് ഇപ്പം നിലവിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മരണം കേട്ടപ്പോൾ അത്ഭുതത്തോടെ കേട്ടത്. കാരണം നല്ല കഠിനാധ്വാനം നടത്തി പ്രയത്നിച്ച് വന്ന ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ നവാസ്. കലാഭവൻ നവാസ് നല്ല കഠിനാധ്വാനം നടത്തി പ്രയത്നിച്ച് ഈ ഒരു വലിയൊരു കലാകാരനായി മാറിയ ഒരു കലാകാരനായിരുന്നു. കഠിനാധ്വാനിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ സത്യം പറയാം വളരെ അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോൾ ഞാൻ ചാനലിലൂടെ കേട്ടപ്പോൾ അത്ഭുതത്തോടെ കേട്ടത്. കാരണം ഞാനൊക്കെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്, എന്ത് കാര്യത്തിനും എല്ലാവരുമായി സഹകരിക്കുന്ന ആളാണ്, വലിയൊരു മനസ്സുള്ള ആളാണ്. ഇപ്പോൾ സ്വന്തമായി കഴിഞ്ഞു ഇപ്പോൾ ഈഴ എന്നൊരു സിനിമ എന്നെ വിളിച്ചു, ഞാൻ പോയി അതിൻ്റെ ട്രെയിലർ ഒക്കെ കണ്ടതാണ്. അപ്പോൾ വളരെ ഭയങ്കര വലിയ പ്രയാസമാണ്. പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് ബോഡി കൊണ്ടുപോകുന്നത്. നാളെ രാവിലെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി നാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി കുടുംബത്തിന് വിട്ടുകൊടുക്കുന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വർഷങ്ങളായി പരിചയമുള്ള ഒരു കലാകാരനാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ നല്ല കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇപ്പോഴും ആ അധ്വാനത്തിന് ഒരു കുറവില്ല. സിനിമയായാലും മറ്റുള്ള സ്റ്റേജ് ഷോ ആയാലും ഒക്കെ അതിന് പോകാനും അതിനുവേണ്ടി എന്നുവെച്ചാൽ അതിനുവേണ്ടി വളരെയധികം പ്രയാസപ്പെട്ട് തന്നെ മുന്നോട്ട് പോയിരുന്ന ആളാണ്. ഇല്ല, ഞാൻ അവരുടെ ഒന്നുകൊണ്ട് ബന്ധുക്കളായിട്ട് സംസാരിച്ചു. അവരാരും മറ്റേ വീട്ടുകാരും വന്നിട്ടില്ല, അവരെ കാണണം. എന്തായാലും ആലുവ MLA അൻവർ സാദത്താണ് പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.